Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Departments are Good afternoon. okay. നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സില് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയിരുന്നു? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞു? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പറഞ്ഞില്ലേ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പറഞ്ഞിരുന്നോ? കംപ്ലീറ്റ് ആയല്ലോ? അനസ്തേഷ്യോളജി പറഞ്ഞു, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പറഞ്ഞു, ഡെർമറ്റോളജി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഡെർമറ്റോളജി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ പറഞ്ഞോളൂ? ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലൈൻ അല്ലേ തന്നോളൂ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഡെർമറ്റോളജി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്തുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി? എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാ? എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്? സ്കിന്ന്, ഹെയർ, നെയില്. വെരി ഗുഡ്. സ്കിൻ, ഹെയർ, നെയില് അല്ലെ? ഡെർമറ്റോളജി ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് and treatment of diseases of the skin, hair and nail. നമ്മുടെ ത്വക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ അല്ലെ, നമ്മുടെ മുടി, അതുപോലെ തന്നെ നഖം. ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്നോസ് ചെയ്യുക, പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുക, രോഗനിർണയം നടത്തുക, ട്രീറ്റ്മെന്റുകൾ, ചികിത്സയും നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. It offers specialized treatment for all clinical general dermatological problems, including disorders of the skin, hair and nail, and venereal diseases, and also advanced cosmetic dermatology services for management of problems like acne, scars, pigmentation, vitiligo, hair loss or hair fall, unwanted hair, moles, warts, wrinkling and aging skin. ഇവിടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്കിൻ, ഹെയർ, അതുപോലെ നെയിൽസ്, ഇത് മൂന്നുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്ന, അതിനുവേണ്ടി കൃത്യമായ രോഗനിർണയം നടത്തുന്നു, ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. അവിടെ പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ക്ലിനിക്കൽ പരമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ്,
അതായത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന, ഹെയറിനെയും നെയിലിനെയും ബാധിക്കുന്ന പൊതുവായിട്ടുള്ള പലതരത്തിലുള്ള ഡിസീസുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ്. അതുപോലെ തന്നെ വെനേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈംഗിക രോഗങ്ങള്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് സാധാരണ ജനറൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസിനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, ഇപ്പൊ ആക്നെ, മുഖക്കുരു അല്ലെ, അതുപോലെ സ്കാർസ്, മുഖത്ത് വരുന്ന പാടുകൾ അല്ലെ, ആൻഡ് പിഗ്മെന്റേഷൻ, നിറവ്യത്യാസങ്ങള്, ഇച്ചിരികോ, വെള്ളപ്പാണ്ടുകള്, ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയർ ഫോൾ, മുടി കൊഴിച്ചിൽ അല്ലെ, അൺവാണ്ടഡ് ഹെയർ, അനാവശ്യമായിട്ടുള്ള രോമങ്ങള്, അതുപോലെ മോൾസ്. എന്താണ് മോൾസ് എന്ന് പറഞ്ഞാല്? മോൾസ് എന്താ മോൾസ്? മറുക അല്ലെങ്കിൽ നമ്മുടെ കക്കപ്പുള്ളിക്ക് എന്നൊക്കെ പറയും അല്ലെ. അതുപോലെ വാട്സ്, അരിമ്പാറ, റിംഗ്ലിംഗ്, എന്താണ് നമ്മുടെ ശരീരത്തില് സ്കിന്നില് ചുളിവുകൾ ഉണ്ടാവുന്നത്, ഏജിങ് ആവുന്ന സ്കിന്ന്, അങ്ങനെയുള്ള പ്രോബ്ലംസിനും കൂടിയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സ്കിൻ, ഹെയർ, നെയിൽ മുതലായിട്ടുള്ളവയുമായി ബന്ധപ്പെട്ട രോഗനിർണയ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. അവിടെ എല്ലാ തരത്തിലുമുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകളും, പ്രധാനമായിട്ടും നമ്മൾ സ്കിന്നിനെ, ഹെയറിനെ, നെയിലിനെ ബാധിക്കുന്ന ജനറൽ ആയിട്ടുള്ള ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിക്കൽ കോസ്മെറ്റിക്സുമായി ബന്ധപ്പെട്ട ഡെർമറ്റോളജി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഏതൊക്കെ പ്രോബ്ലംസിന് വേണ്ടിയാ? മുഖക്കുരു, മുഖത്തെ പാടുകള്, നിറവ്യത്യാസം, അതുപോലെ തന്നെ വെള്ളപ്പാണ്ടുകള്, മുടി കൊഴിച്ചില്, അതുപോലെ അനാവശ്യ രോമങ്ങൾ വളരുന്നത്, മറുകലങ്ങളിൽ കക്കപ്പുള്ളികൾ വരുന്നത്, അരിമ്പാറ, ചുളിവുകൾ ഉണ്ടാവുന്നത്, സ്കിൻ ഏജ്ഡ് ആവുന്നത്, പ്രായമാവുന്ന ഒരു കണ്ടീഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിനൊക്കെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസുകളും ഈ ഒരു ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഡെർമറ്റോളജി. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്, ENT ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, പരിചയമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ENT അല്ലെ. ഇയർ, nose and throat department, ENT. As the name indicates, this department deals with ailments concerned with the ear, nose and throat. നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മൂക്കുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ തൊണ്ടയുമായി ഒക്കെ ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. And a doctor who is trained in the medical and surgical treatment of the ears, nose and throat and related structures of the head and neck is generally referred to as an ENT surgeon, specialist or otolaryngologist. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മൾ ഒരു ENT സർജനെ കാണാറുണ്ട് അല്ലെ. നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ടോ, നമ്മുടെ മൂക്കുമായി ബന്ധപ്പെട്ടോ, നമ്മുടെ തൊണ്ടയുമായി ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സർജിക്കൽ പരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്, അതുമായി അനുബന്ധമായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഹെഡും നെക്കും ഒക്കെ അല്ലെ. അപ്പൊ ആ ഒരു ഭാഗവുമായി ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വേണം, അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ ആവശ്യമാണെങ്കിൽ നമ്മൾ അവിടെ ENT ഡോക്ടറെ കാണാറുണ്ട്.
അല്ലെ ENT സർജനെ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന ആ ഒരു ഡോക്ടറെ വിളിക്കുന്ന പേരാണ് ENT സർജൻ എന്ന് വിളിക്കാറുണ്ട്, ENT സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ലാരിങ്കോളജിസ്റ്റ്. ഓട്ടോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയറുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ്. അപ്പൊ ഓട്ടോ ലാരിങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ENT സർജനെ തന്നെ പറയുന്ന പേരാണ്. അപ്പൊ നമുക്ക് ഓട്ടോ ലാരിങ്കോളജിസ്റ്റ് എന്നുള്ള പേരൊന്നും നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല, മറിച്ച് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ENT സർജൻ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നൊക്കെ ആയിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത്, അല്ലെ. അപ്പൊ ഈ പറയുന്ന 3 പേരും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് തന്നെയാണ് ആ ഡോക്ടർ എന്തിനൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ പരിശീലനം നൽകിയ ഡോക്ടർ ആയിരിക്കും. ദ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഇയർ, നമ്മുടെ ചെവി, മൂക്ക്, തൊണ്ട, ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ പരമായിട്ടും സർജിക്കൽ ട്രീറ്റ്മെന്റ് പരമായിട്ടും നല്ല രീതിയിൽ പരിശീലനം, അതുപോലെ തന്നെ തൊണ്ട ത്രോട്ട് വരെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, നമ്മുടെ ഹെഡ്, നെക്ക് മുതലായിട്ടുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ നടത്താനായിട്ട് നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച ഒരു ഡോക്ടറെ നമ്മൾ വിളിക്കുന്നതാണ് ENT സർജൻ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോ ലാരിങ്കോളജിസ്റ്റ് എന്ന് വിളിക്കുന്നു. And the parts covered under this specialty includes, ഈ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് പ്രധാനമായിട്ടും ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെ? ഇയർ ഉൾപ്പെടാം, അല്ലെ, നോസ് ഉൾപ്പെടുന്നുണ്ട്, നേസൽ പാസേജസ്, സൈനസസ്, ലാരിക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ്, ഓറൽ ക്യാവിറ്റി, മൗത്ത്, ത്രോട്ട് മുതലായിട്ടുള്ളവയും അതോടൊപ്പം തന്നെ അതുമായി അനുബന്ധമായിട്ട് വരുന്ന നമ്മുടെ നെക്ക്, ഫേസ് മുതലായിട്ടുള്ള ഇടങ്ങളാണ് ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? The parts covered under this specialty, ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഇയർ, നോസ്, ത്രോട്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതുപോലെ നമ്മുടെ നേസൽ പാസേജസ്, നേസൽ ക്യാവിറ്റി, അതുപോലെ തന്നെ സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫേസ് ബോണിനുള്ളിലെ എയർ ഫിൽഡ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ നോസിന്റെ അറൌണ്ട് ആയിട്ട് കാണുന്ന ബോൺസിനുള്ളിലെ ഒരു സ്പേസ് ഫിൽഡ്, എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു സാത്ത് അല്ലെങ്കിൽ ഒരു എയർ ഫിൽഡ് ക്യാവിറ്റിയാണ് സൈനസ് എന്ന് പറയുന്നത്. അതുപോലെ ലാരിങ്സ്, നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ വോയിസ് ബോക്സ് ഒക്കെ എന്നറിയപ്പെടുന്ന ഭാഗം, ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത് ക്യാവിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ട്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ നെക്ക്, കഴുത്തിന്റെ ഭാഗം, ഫേസിന്റെ ഭാഗം, ഇതെല്ലാം എന്തിനെ കവർ ചെയ്യുന്നതാണ്? ഈ ഒരു സ്പെഷ്യാലിറ്റി കവർ ചെയ്യുന്ന ഭാഗങ്ങളാണ്. And it includes treatment of a variety of ailments, പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് അസുഖങ്ങൾക്ക്, ഈ പല വെറൈറ്റി ഓഫ് രോഗങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റുകൾ നൽകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെങ്കിൽ ENT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് മുതലായവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ENT സർജൻ അല്ലെങ്കിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓട്ടോ ലാരിങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? ഡോക്ടർ who is trained in the medical and surgical treatment of the ear, nose, throat and related structures of the head and neck. എന്താണ്? ഏത് ഡോക്ടറെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്? നല്ല പരിശീലനം ലഭിച്ച, എന്തിലൊക്കെ നല്ല പരിശീലനമാണ്? മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്, നമ്മുടെ ചെവി, മൂക്ക്, അല്ലെ, തൊണ്ട, അതുമായി അനുബന്ധമായിട്ടുള്ള ഹെഡ്, നെക്ക് മുതലായ ഇടങ്ങളെയും കൂടി ഉൾപ്പെടുത്തി ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റുകളിൽ നല്ല പരിശീലനങ്ങൾ ലഭിച്ച ഒരു ഡോക്ടറെ നമ്മൾ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു പേരാണ് ENT സർജൻ എന്ന് വിളിക്കാറുണ്ട്, ENT സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ലാരിങ്കോളജിസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്, നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളാണ് താഴെ പറയുന്നത്. എന്തൊക്കെയാണ്? ഇയർ ഉൾപ്പെടുന്നുണ്ട്, നമ്മുടെ നോസ് ഉൾപ്പെടുന്നുണ്ട്, നേസൽ പാസേജ് ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ സൈനസ്, ലാരിങ്സ് എന്ന് പറഞ്ഞ ശ്വാസനാളം അല്ലെങ്കിൽ അതിന്റെ വോയിസ് ബോക്സ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഓറൽ ക്യാവിറ്റി, നമ്മുടെ മൗത്ത്, ത്രോട്ട്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട നെക്കും ഫേസും. ഇത്രയും ഭാഗങ്ങള്
ഈ ഒരു സ്പെഷ്യാലിറ്റിയുടെ ഉള്ളില് കവർ ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഇനി താഴെ പറയുന്നവയെല്ലാം the treatment included the variety of ailments, പല വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഈ ഒരു ENT ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ അസുഖങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റിൽ ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ജനറൽ ഇയർ നോസ് ആൻഡ് ത്രോട്ട് ഡിസീസ്. നമ്മുടെ മൂക്കുമായിട്ടോ അല്ലെങ്കിൽ ചെവിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുവായിട്ടുള്ള കുറച്ച് രോഗങ്ങളുണ്ട്. അതാണ് ഒന്നാമത്തത്. പൊതുവായിട്ട് വരുന്ന നമ്മുടെ ചെവി, മൂക്ക്, അതുപോലെ തൊണ്ട, ഇതുമായി ബന്ധപ്പെട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുവായിട്ടുള്ള കുറെ രോഗങ്ങളുണ്ട്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നെക്ക് ലംസ് എന്ന് വെച്ചാൽ എന്താണ്? കഴുത്തിലുണ്ടാവുന്ന മുഴകള്, നെക്ക് ലംസ്, കഴുത്തിലുണ്ടാവുന്ന മുഴകൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്നുണ്ട്. ആ തേർഡ് വണ്ണാണ് ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. നമ്മുടെ തലയിലും കഴുത്തിലും ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് അല്ലെങ്കിൽ അർബുദവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. അടുത്തത് ടിയർ ഡക്ട് പ്രോബ്ലം. എന്താണ് ടിയർ ഡക്ട് എന്ന് പറഞ്ഞാൽ? കണ്ണീർ ഗ്രന്ഥി അല്ലെ, നമ്മുടെ ഐസുമായി ബന്ധപ്പെട്ട കണ്ണീർ നാളയിൽ കണ്ണീർ ഗ്രന്ഥി എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് അല്ലെ, നമ്മുടെ ഇയർ ബാലൻസിങ് എപ്പോഴും ഇപ്പോൾ മിക്കവർക്കുള്ള ഒരു പ്രശ്നമാണ് അല്ലെ. ആ ഒരു ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിയറിംഗ് അല്ലെ, കേൾവിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. എന്താണ് സ്നോറിംഗ്? സ്നോറിംഗ് കൂർക്കമ്മലി അല്ലെ. അപ്പൊ കൂർക്കമ്മലിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ENT അലർജി പ്രോബ്ലംസ് അല്ലെ, ENTയുമായി ബന്ധപ്പെട്ടുള്ള അലർജി പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്. എന്താണ് സലൈവറി ഗ്ലാൻഡ്? ഉമിനീർ ഗ്രന്ഥി അല്ലെ. ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഡിസീസസ് അല്ലെങ്കിൽ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. വോയിസ് ഡിസോർഡേഴ്സ് അല്ലെ, നമ്മുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട തകരാറുകളുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളും നൽകുന്നുണ്ട്. ഈ ഒരു ENT അല്ലെങ്കിൽ ഒരു ഇയർ നോസ് ആൻഡ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന പല അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പ്രധാനമായിട്ടും അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനാണ് താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ജനറൽ ഇയർ നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ്. പൊതുവായിട്ട് നമ്മുടെ ചെവി, മൂക്ക്, തൊണ്ട മൂന്നുമായി ബന്ധപ്പെട്ട് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ നെക്ക് ലംസ്, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന മുഴകളുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. ക്യാൻസർ ഓഫ് ദ ഹെഡ് ആൻഡ് ദ നെക്ക് ഏരിയ, തലയും അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഏരിയയുമായി കഴുത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാൻസേഴ്സ് അല്ലെങ്കിൽ അർബുദങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ടിയർ ഡക്ട് പ്രോബ്ലം, കണ്ണീർ നാളി അല്ലെങ്കിൽ കണ്ണീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, നമ്മൾ സന്തുലിതാവസ്ഥയിൽ നിൽക്കാതെ വരുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വൈകല്യങ്ങളാവാം, അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. സ്നോറിംഗ്, എന്താ കൂർക്കമ്മലിയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്കുള്ള ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസും ചെയ്യുന്നുണ്ട്. ENT അലർജി പ്രോബ്ലംസ് അല്ലെ, ENTയുമായി ബന്ധപ്പെട്ട അലർജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ ആണ് വോയിസ് ഡിസോർഡേഴ്സ്, ശബ്ദ തകരാറുകളുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്നുണ്ട്. ഓക്കെ, ഒരു ENT ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് നൽകുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ENT ഡിപ്പാർട്ട്മെന്റ് എന്തുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ENT സർജൻ, സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്ന് പറയുന്നത് അവർ എന്തൊരു പരിശീലനം ലഭിച്ച ഡോക്ടേഴ്സ് ആണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം, ഇതിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്തൊക്കെ. നാലാമത്തത്, ഇതിൽ എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്തൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ENT ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ENT സർജൻ അല്ലെങ്കിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്ന ആ ഒരു ഡോക്ടറെ വിളിക്കണമെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ പരിശീലനം ലഭിച്ച ഡോക്ടറെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ENT വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ENT സ്പെഷ്യാലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഏതെല്ലാം
അതുപോലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രധാനപ്പെട്ട എന്തൊക്കെ രോഗങ്ങൾക്കാണ്, എന്തൊക്കെ അസുഖങ്ങൾക്കാണ് ട്രീറ്റ്മെന്റുകൾ നൽകുന്നത്, ആ ഏരിയാസും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനോ ചോദിക്കുള്ളൂ കേട്ടോ. അല്ലാതെ എന്താണ് ക്ലംസ് അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരാം. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് എൻഡോക്രൈനോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ എന്താ? അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെ. നമ്മുടെ ബോഡിയിൽ പല പല സിസ്റ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഒന്നാണ് എൻഡോക്രൈനോളജി അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം? എന്തുമായി ബന്ധപ്പെട്ട? വെരി ഗുഡ്, ഹോർമോൺസുമായി ബന്ധപ്പെട്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ ഒരു ശൃംഖലയാണ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തില് ഒരുപാട് ഗ്രന്ഥികൾ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തിനായി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തില് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ ഒരു ശൃംഖലയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഒരുപാട് ഗ്രന്ഥികൾ അല്ലെ, ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഗ്രന്ഥികൾ ഉൾപ്പെടുന്നുണ്ട്. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓവറി, ടെസ്റ്റിസ് മുതലായിട്ടുള്ള ഒരുപാട് ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഗ്രന്ഥികള് നമ്മുടെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ ഒരു ശൃംഖലയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എൻഡോക്രൈനോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ് ടു ദ എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മെഡിസിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്ര പഠനമാണ് എൻഡോക്രൈനോളജി. അപ്പൊ ആദ്യം എൻഡോക്രൈനോളജി എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ that relates to the endocrine system. നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര പഠനമാണ് എൻഡോക്രൈനോളജി. ആൻഡ് ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ സംവിധാനം അല്ലെങ്കിൽ ഒരു അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്? പാൻക്രിയാസ്, അതുപോലെ തന്നെ തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡുകള്, പീനിയൽ ഗ്ലാൻഡുകള്, ഹൈപ്പോതലാമസ്, അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, അതുപോലെ തന്നെ ഓവറി, ടെസ്റ്റിസ് മുതലായിട്ടുള്ള ഒരു കൂട്ടം ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ എന്താ ഒരു കൂട്ടം ഗ്ലാൻഡുകളെയാണ് അല്ലെങ്കിൽ ഒരു ശൃംഖലയെയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉൾപ്പെടുന്നു മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് ഓരോരോ വിവിധ ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തില് നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിൽ ഈ പറയുന്ന ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഗ്രന്ഥികൾ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാ ഗ്രന്ഥികളും ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് എന്ന് മനസ്സിലാക്കി വെക്കാൻ.
Endocrinology എന്ന് പറഞ്ഞാൽ is the study of medicine that relate to the endocrine system. Endocrine system അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വൈദ്യശാസ്ത്ര പഠനമാണ് endocrinology. ഈ ഒരു endocrinology അല്ലെങ്കിൽ endocrine സിസ്റ്റത്തിൽ നമ്മുടെ ബോഡിയിലെ അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് pancreas, thyroid, parathyroid, pineal glands, hypothalamus, adrenal and pituitary glands, ovaries, testes. ഇത്രയും കാര്യങ്ങള്, ഇത്രയും ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഗ്രന്ഥികള് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ബോഡിയിലെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. Then endocrinology is a medical super specialty that deals with the study of hormones and hormone related to the glands. ഈ ഒരു endocrinology എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ പ്രധാനമായിട്ടും അവർ എന്താ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ ഈ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഹോർമോൺസിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഒരു എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട പിറ്റ്യൂട്ടറി പോലെ ഗ്ലാൻഡുകളാണ് കേട്ടോ. പിറ്റ്യൂട്ടറി, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുണ്ട്, ഓവറീസ്, അണ്ഡാശയം, കൃഷ്ണം, ഞങ്ങൾക്ക് പല പേരുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് മലയാളം പറയാതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ടേംസ് തന്നെയാണ് നിങ്ങൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഓരോ ഗ്ലാൻഡുകളാണ്. തലാമസ്, ഹൈപ്പോതലാമസ് ഒക്കെ പേര് പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ ബയോളജി പഠിച്ചു കാണുമായിരിക്കും അല്ലെ. ഈ ഒരു പേരുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കി. ഇതെല്ലാം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ബോഡിയിലുള്ള ഗ്രന്ഥികളാണ് കേട്ടോ. അതിന്റെ ഓരോന്നും ഓരോ ഹോർമോൺസ് ഒക്കെയാണ്. അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടില്ല. അത് ഓരോന്നും പഠിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ തീരെയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. അവിടെ എന്താ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്? ഹോർമോൺസിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നു. ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. And they work closely with specialties in ophthalmology, radiation oncology, surgery, obstetrics, transplantation, and other specialty areas to provide multidisciplinary approach to a person's മെഡിക്കൽ പ്രോബ്ലം. അപ്പൊ ഇവിടെ ഇത് ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പല സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ കൂടെയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ്, നേത്രരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട്, റേഡിയേഷൻ ഓങ്കോളജി, നമ്മള് ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് റേഡിയേഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. സർജറി, നമ്മുടെ പ്രസവവുമായി ബന്ധപ്പെട്ട സർജറികൾ ചെയ്യുമ്പോൾ, ട്രാൻസ്പ്ലാന്റേഷൻസ് അല്ലെ, നമ്മുടെ ഓർഗൻസോ ടിഷ്യൂസോ ഒക്കെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തുമ്പോൾ ഇതും അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യാലിറ്റി ഏരിയാസും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിച്ചേർന്ന് വളരെ ക്ലോസ് ആയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ടു പ്രൊവൈഡ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താ, വരുന്ന പേഷ്യൻസിന്റെ വരുന്ന പേഴ്സന്റെ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണോ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ പരമായിട്ടുള്ള പ്രോബ്ലം എന്താണോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു മൾട്ടി ഡിസിപ്ലിനറി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബഹുമുഖമായിട്ട് അല്ലെങ്കിൽ ഒറ്റ ട്രീറ്റ്മെന്റ് മാത്രമല്ല, ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ട് വന്നൊരു പേഷ്യന്റ് ആയിരിക്കും. അവർക്ക് ആ ഒരു കിഡ്നി സ്പെഷ്യലിസ്റ്റ് മാത്രമാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുക? അവർക്ക് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഹാർട്ട് ഫെയിലിയർ ഉണ്ടായേക്കാം അല്ലെ, ഹാർട്ട് അറ്റാക്ക് വന്നേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന്റെ സർവീസ് കൂടി കൊടുക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ ഡയബറ്റിക്സ് ഉള്ള ആളുകളായിരിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പല ഫേസസിൽ നിന്നും പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ടുള്ളൊരു സമീപനം ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ പ്രോബ്ലത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ഈ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പല സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, ഹ്യൂമൻ പ്രോബ്ലംസ്, മെഡിക്കൽ പ്രോബ്ലംസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നവ. അതിൽ ഒന്നാമത്തത് ഡയബറ്റിക്സ് അല്ലെ. ഡയബറ്റിക്സ് അറിയാലോ, പ്രമേഹം
അല്ലെ? ഇതൊക്കെ നമ്മുടെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന രോഗങ്ങളല്ലേ? ആണോ? കേട്ടിട്ടില്ലേ ഡയബറ്റീസ് ഒക്കെ? മിക്ക ആളുകൾക്കും ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ മിക്ക ആളുകൾക്കും ഉള്ള ഒരു രോഗം കൂടിയാണ് അല്ലെ? അതുപോലെ ന്യൂട്രീഷൻ, നമ്മുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ ഓസ്റ്റിയോപൊറോസിസ്, കാൽസ്യം ബോൺ ഡിസോർഡേഴ്സ്. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ? എല്ലുകൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയം അല്ലെ? കാൽസ്യം, അതുപോലെ നമ്മുടെ വിറ്റാമിൻ ഡി എന്നിവയുടെ ഒക്കെ കുറവ് മൂലം നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകളുടെ എല്ലുകൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ദെൻ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഗ്ലാൻസ്, അഡ്രിനൽ ഡിസോർഡേഴ്സ്. അതായത് പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഗ്ലാൻഡുകളുമായി ബന്ധപ്പെട്ട ഹോർമോൺസിൽ വരുന്ന തകരാറുകൾ, അതിന്റെ പ്രൊഡക്ഷനും റെഗുലേഷനുമായി ബന്ധപ്പെട്ട തകരാറുകൾ വരുമ്പോൾ അതിനനുസരിച്ച് മെൻസ്ട്രേഷനില് വ്യത്യാസങ്ങൾ വരാം അല്ലെ? ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻസ് വരാം, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് വരാം, അതുപോലെ തന്നെ സെക്ഷൽ ഡിസ്ഇൻഫങ്ഷൻ വരാം. അങ്ങനെയുള്ള കുറെ അധികം പ്രോബ്ലംസ് ഇതുമായി ബന്ധ ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ വഴി ഉണ്ടാവാറുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ് അല്ലെ? മിക്ക ആളുകൾക്കുള്ളൊരു രോഗം കൂടിയല്ലേ തൈറോയിഡ് അല്ലെ? തൈറോയിഡ് ഹോർമോൺസിന്റെ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന തൈറോയിഡ് ഡിസോർഡറുകളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ. ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻസ്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആകുമ്പോൾ അവരുടെ ഹോർമോൺസ് കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാറുണ്ട് അല്ലെ? നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, പലരുടെയും അഭിമുഖത്തിലൊക്കെ അവർ പറയാറുണ്ട് അല്ലെ? അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആകുമ്പോൾ അവർ ആ ഒരു ജെൻഡർ മാറുന്നതിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്താണ് അവർ അതിലേക്ക് മാറുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ടിഷ്യൂ ഓർഗൻസിന്റെ ഒക്കെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഹോർമോൺ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകളും ഇവര് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡോക്രൈനോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ് ടു ദ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു വൈദ്യശാസ്ത്ര പഠനമാണ് എൻഡോക്രൈനോളജി. ഇനി നമ്മുടെ ബോഡിയിലെ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, pineal, hypothalamus, adrenal and pituitary gland, the ovary and the testis മുതലായിട്ടുള്ളവ. Then endocrinology എന്നാൽ is a medical super speciality that deals with the study of hormones. ഹോർമോൺസിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു. ഹോർമോൺസുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡുകളെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നു. And they work closely with the specialists in ophthalmology. നേത്രരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻസ്, ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട റേഡിയേഷൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, സർജറി നമ്മുടെ പ്രസവവുമായി ബന്ധപ്പെട്ട സർജറികളുമായി ബന്ധപ്പെട്ടോ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ഏരിയാസ് ടു പ്രൊവൈഡ് multidisciplinary approach to a person's medical problem. ഒരു വ്യക്തിയുടെ മെഡിക്കൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഒരു ബഹുമുഖപരമായിട്ടുള്ള, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയുള്ള ഒരു സമീപനം കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളാണ് ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകളുള്ള ട്രീറ്റ്മെന്റ്, ഓസ്റ്റിയോപൊറോസിസ്, കാൽസ്യം ഡിസോർഡേഴ്സ്, എല്ലുകൾക്കുള്ള കാൽസ്യത്തിന്റെയും വിറ്റാമിൻ ഡിയുടെയൊക്കെ അഭാവം മൂലം അല്ലെങ്കിൽ അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന എല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ് ഓസ്റ്റിയോപൊറോസിസ്. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന ഗ്ലാൻഡുകളിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണം മെൻസ്ട്രേഷൻ, ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻസ് വരാം, അതുപോലെ സെക്ഷൽ ഡിസ്ഇൻഫെക്ഷൻ വരാം, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് വരാം. അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട തൈറോയിഡിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. അതുപോലെ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ, ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ, അവരുടെ ഹോർമോൺ ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മുടെ മാറ്റിവെക്കൽ, ഇപ്പൊ ടിഷ്യൂ ഓർഗൻസോ ഒക്കെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയുള്ള ട്രീറ്റ്മെന്റുകൾ ഈ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റുകൾ നൽകുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി എൻഡോക്രൈനോളജി.
ടെക്സ്റ്റ് ഇല്ലാത്തവര് പ്രത്യേകമായിട്ട് വായിക്കണം കേട്ടോ. അതിനു വേണ്ടിയാണ് മിസ് സമയം തരുന്നത്. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ മിസ് സമയം തരുന്നത്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ല, അപ്പൊ വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ടൈം തരുന്നത് കേട്ടോ. അങ്ങനെയുള്ളവര് പ്രത്യേകമായിട്ട് പറയുന്ന സമയത്ത് സമയം കളയാതെ വായിക്കുക കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. എന്താണ് ഷാനു ചോദിച്ചത്? കഴിഞ്ഞിട്ടില്ല, 1 മിനിറ്റ് കൂടി വേണം എന്നാണോ പറഞ്ഞേ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് മിസ് സമയം തരുന്നത്. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ എടുത്ത് പോവുക ചെയ്യാം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ വീട്ടിലിരുന്നൊക്കെ സമയത്തിനനുസരിച്ച് വായിച്ചാൽ മതിയാവും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. ഓക്കെ, അടുത്തതാണ് ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾക്കുള്ള പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻഡോക്രൈനോളജി എന്ന് വെച്ചാൽ എന്താണ് എന്ന് നോക്കണം കേട്ടോ. എൻഡോക്രൈനോളജി എന്നാൽ എന്താണ്, അതിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ജെറിയാട്രിക്സ് എന്താണ്? അതെ, പറഞ്ഞല്ലോ, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലെ? അതെ, വയസ്സായവർക്ക് അല്ലെ, ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ട്രീറ്റ്മെന്റ്, എൽഡർലി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വയോജനങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റുകൾ നൽകുന്ന അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഒരു വയോജനങ്ങൾ അല്ലെങ്കിൽ ഏജ്ഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുറെ അധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും അല്ലെ, അവരെ ഒരു വളരെ ആക്റ്റീവായിട്ട് നമുക്ക് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. This department is usually equipped with doctors specialized in geriatric medicine, since the elderly suffer from a wide range of illness and seek treatment for. അപ്പൊ നമുക്കറിയാം, പ്രായമായവർക്ക് വിവിധ രീതിയിലുള്ള രോഗങ്ങളാൽ അവരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഉള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകള് അല്ലെങ്കിൽ ജെറിയാട്രിക് മെഡിസിൻസ് അല്ലെങ്കിൽ വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ഡോക്ടേഴ്സ് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസ് അവർ സഫർ ചെയ്യുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് എങ്ങനെ കണ്ടെത്തി നൽകാൻ പറ്റും, അതിലൂടെ അവരെ എങ്ങനെ ആക്റ്റീവായിട്ട് നിലനിർത്താൻ പറ്റും, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇവിടെ പ്രധാനമായിട്ടും എന്തൊക്കെ രോഗങ്ങളാണ് ഈ ഒരു ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റില് ട്രീറ്റ് ചെയ്യുന്നത്? അതിൽ ഒന്നാമതാണ് സ്ട്രോക്ക് അല്ലെ. ഏറ്റവും കൂടുതൽ പ്രായമായവർക്കാണ് സ്ട്രോക്ക് വരാറുള്ളത് അല്ലെ. എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്? തലച്ചോറിലേക്ക് അല്ലെ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽസിൽ നിന്നും ബ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കിട്ടാതെ വരുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത് അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് വെസൽ റപ്ചർ ആയി പൊട്ടിപ്പോകുന്നത് കൊണ്ടാവാം ബ്ലഡ് കിട്ടാതെ വരുന്നത്. അങ്ങനെ ബ്ലഡ് കിട്ടാതെ വരുമ്പോഴാണ് സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അതുപോലെ ഗ്യാസ്ട്രോ എൻട്രോളജി, ഇപ്പൊ പ്രായമായവരെ ഒന്ന് ആലോചിക്കാം, അപ്പൊ അവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സ്ട്രോക്ക് വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. രണ്ടാമത്തത് ഗ്യാസ്ട്രോ എൻട്രോളജി. എന്താ?
വയറ് സംബന്ധമായിട്ടുള്ള അല്ലെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. പ്രായമായവർക്കുള്ള അടുത്തൊരു രോഗമാണ് ഡയബറ്റീസ് അല്ലെ. പ്രായമായവർക്ക് പോലൊന്നും ഇല്ലാതെ ഡയബറ്റീസ് മിക്ക ആളുകൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും കൂടുതലും അതിൻ്റെതായ ഒരു കാഠിന്യം കൂടി വരുന്നത് പ്രായമാവുമ്പോഴാണ് അല്ലെ. അപ്പൊ അവർക്ക് ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഡയബറ്റീസ് കൂടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പല പല ഓർഗൻസിനെ അത് ബാധിക്കാൻ തുടങ്ങും അല്ലെ. ഇല്ലേ പല ഓർഗൻസിനെ അത് ബാധിക്കില്ലേ. കിഡ്നിയെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം അല്ലെ. അങ്ങനെയുള്ള ഡിസീസ് അപ്പൊ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള പ്രോബ്ലംസിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ലോക്കോമോട്ടർ പ്രോബ്ലംസ് എന്താ അവരുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നത് അല്ലെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിലെ അതെ കൈയും കാലിന്റെയൊക്കെ ചലനങ്ങൾ നഷ്ടമാവുന്ന അവസ്ഥ, ഇപ്പൊ ലോക്കോമോട്ടർ പ്രോബ്ലംസ് അല്ലെ. അതുപോലെ പിന്നെ ആർത്രൈറ്റിസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഓസ്റ്റിയോപോറോസിസ്, കോണ്ടിസോഡേഴ്സ് പോലെയുള്ളവ. അങ്ങനെയുള്ള ബലക്ഷയം ഉണ്ടാവും അവർക്ക് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ. അതുപോലെ സന്ധിവാതങ്ങൾ വരാറുണ്ട് അല്ലെ. അതിലൂടെയൊക്കെ അതുപോലെ ഇപ്പോ കാഴ്ച ഇപ്പൊ ഡയബറ്റീസിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അല്ലെ. വിഷൻ ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ വിഷനുമായി ബന്ധപ്പെട്ട് ലോസ് ആവുന്ന അവസ്ഥ വരാറുണ്ട്. ഹിയറിംഗ് അല്ലെ ചെവിയുമായി ബന്ധപ്പെട്ട് ജെറിയാട്രിക്സിന് പറയാം കേട്ടോ. മിസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ പിന്നെ എന്തൊക്കെയാണ് ലോക്കോമോട്ടർ പ്രോബ്ലംസിൽ. അപ്പൊ നമുക്ക് കാഴ്ച നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം. ഹിയറിംഗ് ലോസ് അല്ലെ ചെവി കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരാം. അതുപോലെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാം. ഒബസിറ്റി അമിതവണ്ണം അല്ലെ. ഇതൊക്കെ അവരുടെ എന്താണ് ലോക്കോമോട്ടർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മൂവ്മെന്റിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ അടുത്തതാണ് സിങ്കോം. സിങ്കോം എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ബോധക്ഷയം അല്ലെ. ബോധക്ഷയം അല്ലെ അല്ലെങ്കിൽ ഒരു മയക്കം. ശരിയാണ്, ഒരു ബോധക്ഷയം വരെയാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് അല്ലെ രക്തയോട്ടം താൽക്കാലികമായിട്ട് കുറയുന്നത് കൊണ്ടാണ് ബോധക്ഷയം. ഇപ്പൊ ചിലപ്പോ അതിനെ കാരണം ചിലപ്പോ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് നെർവസ് ഡിസീസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം വഴിയാവാം, അല്ലെങ്കിൽ അമിതമായിട്ട് ചൂട് കൂടുന്നത് വഴിയൊക്കെ ബോധക്ഷയം ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് എന്തെങ്കിലും ഒരു അബോധാവസ്ഥയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് സിൻകോപ്പ് എന്നത്. അപ്പൊ ഇത് പ്രായമായവർക്കാണ് കൂടുതൽ അല്ലെ. എനിക്ക് കേട്ടിട്ടില്ലേ പ്രായമായ ഒരു ചൂടൊക്കെ അമിതമായിട്ട് പുറത്തേക്ക് ഭയങ്കര ചൂടാണെങ്കിൽ അവർ കുഴഞ്ഞു വീഴുക എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ബോൺ ഡിസീസ് അല്ലെ. ഇതാണ് നമ്മുടെ ബോണുമായി ബന്ധപ്പെട്ട ഡിസീസുകൾ. ഇപ്പോ എല്ലുകളുമായി ബന്ധപ്പെട്ട ഓസ്റ്റിയോപോറോസിസ് ആവാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മളെ എല്ലുകളുമായി ബന്ധപ്പെട്ട എല്ലിന്റെ ബലക്ഷയം കുറയുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ സന്ധികളുടെ ഇടയിലുള്ള കാർട്ടിലേജ് അല്ലെ. തരുണാസ്ഥിക്ക് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ തേയ്മാനമാണ് എന്ന് പറയും അല്ലെ. കാൽവേദനയൊക്കെ ആയിട്ട് പോകുന്ന പ്രായമായവരോട് പറയാറുള്ള ഒരു കാര്യമാണ് അല്ലെ തേയ്മാനമാണ് എന്ന് പറയും അല്ലെ. അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധികളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ജോയിന്റ്സിന് ഇടയിലുള്ള കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിക്ക് ഉണ്ടാവുന്ന ബലക്ഷയം അല്ലെങ്കിൽ അത് തേയ്മാനം സംഭവിക്കുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അപ്പൊ ഓസ്റ്റിയോപൊറോസിസ് നല്ല കാൽസ്യത്തിന്റെ ഇൻടേക്കോ അല്ലെങ്കിൽ കാൽസ്യം വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം എല്ലിനുണ്ടാകുന്ന ബലക്ഷയം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രായമായ ആളുകൾക്ക് കൂടുതലും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസിനാണ് കൂടുതലും ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതും. അടുത്തതായിട്ട് പറയുന്നത് this department also provide a range of community services such as home mobile therapy unit. ഇപ്പൊ പ്രായമായവർക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ അവർ വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ തെറാപ്പികൾ കൊടുക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അല്ലെ. ഇല്ലേ വീട്ടിലേക്ക് വന്ന മൊബൈൽ യൂണിറ്റുകളുണ്ട് അല്ലെ. ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന പരിചരണങ്ങൾ കൊടുക്കുന്ന മൊബൈൽ യൂണിറ്റുകളുണ്ട്. ഉണ്ടോ ഹോം ബേസ്ഡ് ആയിട്ട് വന്ന് ചെയ്യുന്നത്? കേട്ടിട്ടില്ലേ നിങ്ങൾ അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറുകളുണ്ട് അല്ലെ. അതിന് കേട്ടിട്ടില്ലേ? പാലിയേറ്റീവ് കെയറുകൾ
അതുപോലെ അതെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി സെന്ററുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സർവീസുകളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഓൾഡ് ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള അല്ലെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. പ്രായമാകുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെ, പ്രായമായവർ അവർക്ക് ഫേസ് ചെയ്യുന്ന വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവരുടെ രോഗങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതിനെ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. ഇതിൽ കൂടുതലായിട്ടും ഈ ഒരു ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വിഭാഗമാണ് പ്രായമായവർക്ക് വരുന്ന സ്ട്രോക്ക്, ഗ്യാസ്ട്രോ എൻട്രോളജി, അവരുടെ വയറ് സംബന്ധമായിട്ടുള്ള ഈ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഡയബറ്റിസ്, പ്രമേഹം, ലോക്കോമോട്ടർ പ്രോബ്ലംസ്, അവരുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിഫിക്കൽറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, സിങ്കോപ്, ബോധക്ഷയം, അതുപോലെ തന്നെ ബോൺ ഡിസീസ്, അവരുടെ എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റുകൾ, വീട്ടിലേക്ക് നമുക്ക് നേരിട്ട് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ വയോജനങ്ങളാണെങ്കിൽ അവർക്ക് വീട്ടിൽ ചെന്ന് ഹോം ബേസ്ഡ് ആയിട്ട് അവരുടെ വീട്ടിലേക്ക് നേരിട്ട് ചെന്ന് അതിനനുസരിച്ചുള്ള കെയറും കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവ് കെയറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫൺ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റർ, മറ്റ് കമ്മ്യൂണിറ്റി സെന്ററുകളുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏകോപനം നടത്തി അല്ലെങ്കിൽ ഒരു കണക്ഷനോട് കൂടിയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി സർവീസുകൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എൽഡർലി ആയുള്ളവർക്ക് ഒരു കമ്മ്യൂണിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. വേഗം ഒന്ന് വായിച്ചു ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. സിങ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബോധക്ഷയം. നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം താൽക്കാലികമായിട്ട് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വളരെ കുറഞ്ഞ സമയത്തേക്ക് നമ്മുടെ ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സിങ്കോപ്പ്. അത് ഡീഹൈഡ്രേഷൻ വഴിയാവാം, അല്ലെങ്കിൽ നമ്മുടെ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിന്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ഹീറ്റ് ചൂടുള്ള ഇടങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ പ്രായമായവർക്ക് അങ്ങനെ ബോധക്ഷയങ്ങൾ വരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അവർ നടക്കാനോ അല്ലെങ്കിൽ അവർക്ക് എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ അവരുടെ ബോൺസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതും ഉണ്ടാവാം. ഇപ്പൊ ആർത്രൈറ്റിസ്, ഇപ്പൊ പറഞ്ഞ പോലെ സന്ധിവാതമോ അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസോ അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാലുവേദന, മുട്ടുവേദന അല്ലെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെ. സന്ധിവേദന അതൊക്കെ പറയാറുണ്ടല്ലോ പ്രായമായവര്. അതുപോലെ ചിലപ്പോൾ അവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് കൊണ്ട് ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഹിയറിംഗ് ലോസ്, അവർക്ക് കേൾവിക്ക് നഷ്ടം വരാം. അപ്പൊ നമുക്ക് പ്രായമാവുന്നതിൻ്റെതായിട്ടുള്ള ബാലൻസ് നഷ്ടമാകുമ്പോൾ ബാലൻസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നടന്നു കഴിഞ്ഞാൽ വീഴും അല്ലെ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, മൂവ്മെന്റ്, പിന്നെ ഓപ്പോസിറ്റ് അമിത വണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ മൂവ്മെന്റിൽ വരുന്ന ഡിഫിക്കൽറ്റിയാണ് ലോക്കോമോട്ടർ പ്രോബ്ലം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ നമുക്ക്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ മെഡിസിൻ. കണ്ടിട്ടില്ലേ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്? കണ്ടിട്ടുണ്ടോ? നമ്മളൊരു പനിയൊക്കെ ആയിട്ട് ആദ്യമേ പോകുന്നത് ആരുടെ അടുത്തേക്കാ? ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറുടെ അടുത്തേക്കാണോ?
അല്ല, ഒരു ഫിസിഷ്യനെയാണ് നമ്മൾ ആദ്യം കാണുക അല്ലെ, ഒരു ഫിസിഷ്യനെ അല്ലേ കാണുന്നത്. ആ ഫിസിഷ്യൻ എന്തിനെങ്കിലും ജനറൽ ഫിസിഷ്യൻ അല്ലെ, ജനറൽ ആയിട്ടുള്ള പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP ആണ് നമ്മൾ, ഒരു ഫിസിഷ്യനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. ആ ഒരു ഫിസിഷ്യനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളാണോ? നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ENT സർജൻ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ്, ഇതുപോലെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആവാത്ത അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാത്ത ഒരു വ്യക്തിയാണ് ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അവര് ജനറൽ മെഡിസിനിലായിരിക്കും അവരുടെ MBBS ഉം MD ഒക്കെ കഴിഞ്ഞിട്ടുള്ളവര്. അപ്പൊ ഇവിടെ ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ is the medical specialty that deals with the prevention, diagnosis and treatment of adult disease. അല്ലെ, മുതിർന്നവരുമായി ബന്ധപ്പെട്ട രോഗപ്രതിരോധം, രോഗനിർണയം, അതുപോലെ ചികിത്സ മുതലായുള്ള കാര്യങ്ങള് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. And a general practitioner അല്ലെങ്കിൽ GP എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഷോർട്ട് ആയിട്ട് ജനറൽ പ്രാക്ടീഷണറിനെ GP എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളതാണ് is a physician അല്ലെ, അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആണ് who is not specialized in one particular area of the medicine. വൈദ്യശാസ്ത്രത്തിലെ ഒരു പർട്ടിക്കുലർ മേഖലയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയില് അറിവ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യം നേടിയിട്ടില്ലാത്ത ഒരു ഡോക്ടറാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അവരങ്ങനെ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഏരിയയിലൊന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങോ സ്പെഷ്യാലിറ്റി ഒന്നും നേടിയിട്ടില്ല. അവര് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. റൊട്ടീൻ ഹെൽത്ത് കെയർ, ഇവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഡോക്ടർ പ്രധാനമായിട്ടും ചെയ്യുന്നത്? റൊട്ടീൻ ഹെൽത്ത് കെയർ, നമ്മുടെ സാധാരണയുള്ള നമ്മുടെ പരിശോധനകൾ അല്ലെ, ആരോഗ്യ പരിചരണങ്ങൾ എന്തൊക്കെയായിരിക്കും പതിവായിട്ടുള്ള നമ്മുടെ ആരോഗ്യ പരിശോധനകൾ അല്ലെങ്കിൽ പരിചരണങ്ങൾ, ഫിസിക്കൽ എക്സാമിനേഷൻസ്, ശാരീരിക പരിശോധനകൾ നടത്താറുണ്ട്, ഇമ്മ്യൂണൈസേഷൻസ് അല്ലെ, കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്, ആൻഡ് അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് അതാണ് ഫിസിക്കൽ എക്സാമിനേഷൻസിൽ വരുന്നത്. ടെസ്റ്റുകൾ, ശാരീരിക പരിശോധന എന്ന് പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്? അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറി. ഇപ്പൊ ചെറിയ രീതിയിലുള്ള രോഗങ്ങൾ, ഇപ്പൊ നമ്മുടെ ഫീവറോ കാര്യങ്ങളോ വരുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ പരിക്കുകളോ കാര്യങ്ങളോ ഒക്കെ ആര് നോക്കാറുണ്ട്, വിലയിരുത്തുകയും ട്രീറ്റ്മെന്റുകളും ആര് കൊടുക്കാറുണ്ട്? ഈ ജനറൽ ഫിസിഷ്യൻ കൊടുക്കാറുണ്ട് അല്ലെ. അതേസമയം കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് എന്ന് തോന്നുമ്പോഴാണ് അവർ റെഫർ ചെയ്യുന്നത് നമ്മളോട് അല്ലെ. ഒരു മുറിവിന് കുറച്ച് അധികം ആഴമുണ്ട്, അത് അദ്ദേഹം സർജറി കാര്യങ്ങളും ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിസിഷ്യന്റെ അല്ലാത്ത ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുമ്പോൾ അവർക്ക് ഇദ്ദേഹം എന്ത് ചെയ്യും? നമ്മളെ റെഫർ ചെയ്യാറ് അല്ലെ. ആണോ? ഒരു പനി വന്നു, നമ്മളൊരു പനിയുമായി ബന്ധപ്പെട്ട് ആദ്യം ഫിസിഷ്യന്റെ അടുത്ത് പോകുന്നു. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൂടി, നമ്മുടെ ചെസ്റ്റ് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ആയാൽ അതിൻ്റെതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ ഈ ഫിസിഷ്യൻ റെഫർ ചെയ്ത് വിടും ഇല്ലേ? ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സർജറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം അപ്പോൾ റെഫർ ചെയ്യാണ് അല്ലെ. അങ്ങനെ പൊതുവായിട്ടുള്ള അതാണ് നോക്കിയേ, MBBS വിത്ത് MD ഇൻ ജനറൽ മെഡിസിൻ ഈസ് യൂഷ്വലി എ ജനറൽ ഫിസിഷ്യൻ. ഒരു ജനറൽ ഫിസിഷ്യനുള്ള ക്വാളിഫിക്കേഷൻ MBBS ആൻഡ് MD ഇൻ ജനറൽ മെഡിസിനിലുള്ള MD മാസ്റ്റേഴ്സ് ആണ് ഈ ഒരു ജനറൽ ഫിസിഷ്യന് ആവശ്യമായിട്ട് വരുന്നത്. ഒരു ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നമുക്ക് കിട്ടുന്ന ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ എന്നറിയപ്പെടുന്നുണ്ട്. അത് മെഡിക്കൽ സ്പെഷ്യാലിറ്റി that deals with the prevention, diagnosis and treatment of adult disease. മുതിർന്നവരുടെ രോഗവുമായി ബന്ധപ്പെട്ട രോഗപ്രതിരോധം, ഡയഗ്നോസിസ് രോഗനിർണയം, അതുപോലെ ചികിത്സ മുതലായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ജനറൽ മെഡിസിൻ. അതുപോലെ ഒരു ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ who is not specialized in one particular area of medicine. മെഡിസിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ സ്കിൽഡ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആവാത്ത ഒരു ഫിസിഷ്യനെയാണ് നമ്മൾ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP എന്ന് പറയുന്നത്. അദ്ദേഹം പതിവ്
പൊതുവായിട്ടുള്ള ആരോഗ്യ പരിചരണങ്ങൾ, അതായത് നമ്മൾ ശാരീരിക പരിശോധനകൾ നടത്താറുണ്ട്, കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്, അതുപോലെ രോഗങ്ങളും അതുപോലെ ഇഞ്ചുറീസ് പരിക്കുകളും കാര്യങ്ങളും ഒക്കെ വിലയിരുത്തുകയും ട്രീറ്റ്മെന്റുകളൊക്കെ തരാറുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒതുങ്ങാത്ത കേസസ് ആണെങ്കിൽ അവിടെ ഉടനെ നമ്മളെ അവർ ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു ജനറൽ ഫിസിഷ്യന് വേണ്ടത് MBBS ആൻഡ് MD in ജനറൽ മെഡിസിനിലുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ജനറൽ ഫിസിഷ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി ജനറൽ മെഡിസിൻ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ജനറൽ മെഡിസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇന്റേണൽ മെഡിസിൻ എന്ന് കൂടി അറിയപ്പെടുന്നു. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനെ ഡീൽ ചെയ്യുന്നു? ദാറ്റ് ഡീൽസ് വിത്ത് പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൾട്ട് ഡിസീസ്. മൂന്നാമത്തത്, ഈ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഫിസിഷ്യന് എന്താണ് അവരുടെ പ്രത്യേകത? ഡാഷ് ഇസ് എ ഫിസിഷ്യൻ ആണ് ചോദിക്കട്ടോ. ഡാഷ് ഇസ് എ ഫിസിഷ്യൻ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ആരാണ്? ജനറൽ പ്രാക്ടീഷണർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും കേട്ടോ. അതുപോലെ ഇവർ ചെയ്യുന്ന റൊട്ടീൻ ഹെൽത്ത് കെയർ എന്തൊക്കെയാണ്? അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ MBBS ആൻഡ് MD ജനറൽ മെഡിസിൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നോക്കണം. വളരെ കുറവാണ്, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത? ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുക. നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അബ്ഡോമിനൽ അല്ലെ, നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള നമ്മുടെ ഡൈജസ്റ്റർ, നമ്മുടെ അബ്ഡോമിനൽ ഏരിയ അല്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, രോഗങ്ങൾ അല്ലെങ്കിൽ മരുന്നുകളൊക്കെയാണ് മെഡിസിൻസ്, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നോക്കിയപ്പോ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ അല്ലെ, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് അഫക്ട് ദ ഈസോഫാഗസ്, stomach, small intestine, large intestine, liver, pancreas, gallbladder, colon and rectum. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും, ഈസോഫാഗസ് നമ്മുടെ അന്നനാള് അല്ലെ, അന്നനാള്, അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെ, നമ്മുടെ ആമാശയം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടല്, വൻകുടല് അല്ലെ, നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കുഞ്ഞിനാളുകൾ അല്ലെ, കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ലിവർ, നമ്മുടെ കരള്, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ അല്ലെ, പിത്താശയം, അതുപോലെ തന്നെ നമ്മുടെ കോളൻ ആൻഡ് റെക്ടം അല്ലെ, നമ്മുടെ ആ ഒരു മലാശയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങള്, ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് രോഗനിർണയം നടത്തുന്നു, അതിനുള്ള ചികിത്സകളും നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻവോൾവ് എൻഡോസ്കോപ്പി. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. എന്താണ് ഒരു എൻഡോസ്കോപ്പി? എന്തിനു വേണ്ടി എൻഡോസ്കോപ്പി ചെയ്യുന്നത്? അവിടെ പ്രത്യേകമായിട്ടൊരു എൻഡോസ്കോപ്പ് അല്ലെ, ഒരു ലോങ് തിൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ്, അതിൻ്റെതായ സ്പെഷ്യൽ ക്യാമറയും ലൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് ഉള്ളിൽ ഇറക്കി വിട്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗങ്ങളെ വ്യൂ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡോസ്കോപ്പിയിലൂടെയും നമ്മൾ ഒരുപാട് രോഗനിർണയങ്ങൾ നടത്താറുണ്ട് അല്ലെ. അതെ, ഓയിൽ കൂടെയൊക്കെ ഇറക്കി വിട്ടിട്ട് ശരിയാണ് കേട്ടോ. അപ്പൊ ഒരു എൻഡോസ്കോപ്പ്, ആ ഒരു എക്യുപ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോസ്കോപ്പ്. ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബിനെയാണ് നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. അതിനോടൊപ്പം വളരെ സജ്ജീകരണമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ക്യാമറാസും അതുപോലെ തന്നെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മുടെ ഇൻസൈഡ് ദ ബോഡിയെ വ്യൂ ചെയ്യാൻ, നമ്മുടെ ബോഡിയുടെ അകത്തുള്ള കാര്യങ്ങള് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്ന ഈ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ ഇവിടുത്തെ നിർണയം നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്
Then ഇതിനു വേണ്ടി special nurses are often posted in the department and they are capable of performing a wide range of bowel investigations. ഇതിനു വേണ്ടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള nurses ഉണ്ടായിരിക്കും. അവർ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതിനു വേണ്ടി തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് പലതരത്തിലുള്ള bowel investigations എന്ന് വെച്ചാൽ എന്താ bowel investigations പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും ടെസ്റ്റുകളും ഒരു കൂട്ടമാണ്. ഒരു കൂട്ടം പ്രൊസീജിയേഴ്സ് ആണ്, ടെസ്റ്റുകളാണ്. അതായത് ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ നിർണ്ണയിക്കാനും അത് നിരീക്ഷിക്കാനും കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ടെസ്റ്റുകളെയും പ്രൊസീജിയറുമാണ് ശരിക്കും ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോ കോളൻ ക്യാൻസറുകൾ അല്ലെ, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലദ്വാരവുമായി ബന്ധപ്പെട്ട് അതിന് മുകളിലായിട്ടുള്ള ഭാഗങ്ങൾ കുടലിലെ ക്യാൻസർ, ചെറുകുടലിലെ ക്യാൻസർ കേട്ടിട്ടില്ലേ? ഇല്ലേ, കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ക്യാൻസറുകൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മൾ കുറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറെ ടെസ്റ്റുകളും പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്യണം അല്ലെ. ഈ പറഞ്ഞ പോലെ എൻഡോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്താലാണല്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി കുറെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്, കുറെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. കൊളോണോസ്കോപ്പി, അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. കൊളോണോസ്കോപ്പി, സ്റ്റൂൾ ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. കൊളോണോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊളോണോസ്കോപ്പി, അതുപോലെ തന്നെ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്, മലം പരിശോധിക്കാറുണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളും പ്രൊസീജിയേഴ്സും ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നിർണ്ണയിക്കുന്നതും നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സും ടെസ്റ്റുകളെയുമാണ് നമ്മൾ ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണമെങ്കിൽ അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നഴ്സസും സ്റ്റാഫുകളും ഒക്കെ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അവർ അതിൻ്റെതായ ടെക്നിക്കൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും അത് ചെയ്യുന്നതും രോഗനിർണയം നടത്തുന്നതും. അതിനനുസരിച്ചുള്ള നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും പറ്റും. അപ്പോ എന്താണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അടുത്ത ക്ലാസ്സിൽ മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും ഭാഗം അതിന് മുൻപ് വരെയുള്ള ഡിപ്പാർട്ട്മെന്റ് വരെയും ക്ലിയർ ആണല്ലോ, ജനറൽ മെഡിസിൻ വരെയും ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.